പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനാവതാര കഥയാണ്. ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആദ്യ മനുഷ്യരൂപം പ്രാപ്തമായ അവതാരം വാമനമൂർത്തിയുടേതാണ്. ദേവമാതാവായ അദിതിയുടെയും കശ്യപമുനിയുടെയും പുത്രനായാണ് വാമനൻ ജനിച്ചത്. നരസിംഹാവതാര കഥയിൽ നാം പ്രതിപാദിച്ച കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പിറന്ന പരമഭക്തനായ പ്രഹ്ലാദന്റെ മകനായ വീരോചനന്റെ മകനായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഉഗ്രപ്രതാപവും യുദ്ധകുശലതയുമാണ് ബലി എന്ന അസുര ചക്രവർത്തിക്ക് മഹാബലി എന്ന പേരിൽ കീർത്തി കേൾക്കാൻ വഴിയൊരുക്കിയത്. വാമനാവതാര കഥ അഭിപ്രായ ഭിന്നതകൾ നിറഞ്ഞ കഥയാണെന്ന് പറയാം. സർവസമ്മതനായ മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലെ സുതലത്തിലേക്ക് അയക്കാൻ അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണു എന്തിനാണ് ഇങ്ങനെ ഒരു അവതാരം കൈക്കൊണ്ടു എന്ന് ഒരു പക്ഷം നിലനിൽക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 6ാം അവതാരമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളത്തിൽ എങ്ങനെ 5ാം അവതാരമായ വാമനൻ അവതാരം പോകി അന്ന് കേരളം ഭരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന സംശയങ്ങളുമായി ഒരു പക്ഷവും ഇന്നും തുടരുന്നു. ആദ്യമേ പറയട്ടെ, കേരളത്തിൽ ഓണത്തെപ്പറ്റി വായ്മൊഴിയായി നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം ഭാഗവത കഥയിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളിലുള്ള ഒന്നാണ്. തൻ്റെ മുത്തച്ഛനെ പോലെ ഭക്തനും പ്രജാതൽപരനും നീതിമാനായ ഭരണാധികാരിയുമായിരുന്നു ബലി. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അതിനാൽ തന്നെ ബലിയുടെ രാജ്യത്ത് മഹാലക്ഷ്മി വിളയാടി. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. എന്നിരുന്നാലും സ്വയം ബലവാനാണെന്ന അഹങ്കാരവും താൻ സ്വന്തമാക്കിയതൊന്നും പോരാ എന്ന അത്യാർത്തിയും സ്വർഗലോകം കൂടി പിടിച്ചടക്കണമെന്നും അങ്ങനെ ത്രിലോക ചക്രവർത്തി ആകണമെന്നുമുള്ള മോഹം മഹാബലിയിൽ ഉടലെടുക്കുന്നതിന് കാരണമായി. ഇക്കാരണത്താൽ ദേവന്മാരോട് യുദ്ധം ചെയ്യുക എന്നത് ബലിക്ക് പതിവായി മാറിയിരുന്നു. പാലാഴിമാതിന് ശേഷം ദേവാസുരാദികൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ മഹാബലി വധിക്കപ്പെട്ടു. എന്നാൽ അസുരഗുരുവായ ശുക്രാചാര്യർ മൃദുസഞ്ജീവനി ഉപയോഗിച്ച് മഹാബലിക്ക് പുനർജന്മം നൽകുകയുണ്ടായി. അങ്ങനെ പുനർജന്മം ലഭിച്ച ബലി മഹായാഗങ്ങളും പൂജകളും അനുഷ്ഠിച്ച് കൂടുതൽ ബലപ്രാപ്തി നേടുകയും തൻ്റെ ആഗ്രഹം പോലെ 3 ലോകങ്ങളും കീഴടക്കുകയും ചെയ്തു. അങ്ങനെ ആ ത്രിലോക യുദ്ധങ്ങളുടെ ഭാഗമായി മഹാബലി സ്വർഗലോകം ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. യുദ്ധാനന്തരം ഇന്ദ്രാദി ദേവന്മാർ ദേവലോകം നഷ്ടപ്പെട്ട് വേഷപ്രശ്നരായി സഞ്ചരിക്കേണ്ടി വന്നു. ദേവാദികൾ തങ്ങളുടെ വർദ്ധിച്ച സങ്കടം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുൻപാകെ ഉണർത്തിച്ചു. ദേവന്മാരുടെ ഈ ദുസ്ഥിതി കണ്ട ദേവമാതാവ് അതിഥി തൻ്റെ ഭർത്താവിനോട് ആരാഞ്ഞു, സ്വാമിൻ, നമ്മുടെ പുത്രനായ ഇന്ദ്രൻ അനുഭവിക്കുന്ന ദുരവസ്ഥ അങ്ങ് കാണുന്നില്ലേ? എന്താണിതിന് ശാശ്വതമായ ഒരു പരിഹാരം? ഭാര്യയുടെ ആ ചോദ്യത്തിന് ഗൂഢമായ ഒരു ചിരിയോടെ കശ്യപമുനി മറുപടി നൽകി. ദേവി, വിധിഹിതമല്ലാത്തതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല. എങ്കിലും അവിടുന്ന് ഫൽഗുന മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വിഷ്ണുപ്രീതി സ്വായക്തമാക്കുവാൻ അനുയോജ്യമായ പയോവ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. എല്ലാത്തിനുമുള്ള ശാശ്വത പരിഹാരം ആ പാതാരവിന്ദങ്ങളിലുണ്ട്. കശ്യപമുനിയുടെ നിർദ്ദേശപ്രകാരം പയോവ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ കഠിന തപസ് ചെയ്തു അതിഥി. ദേവി അതിഥിയുടെ ഭക്തിയിൽ സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണുവിനോട്, അങ്ങ് ഞങ്ങൾക്ക് പുത്രനായി ജനിച്ചുകൊണ്ട് എൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന ഈ സമസ്യയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുകയും ദേവരാജാദികൾക്ക് ദേവലോകം തിരികെ നൽകുവാൻ കൃപയുണ്ടാകണമേ എന്നും അപേക്ഷിച്ചു. ഭക്തി നിർഭരമായ ആ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആകട്ടെ എന്ന് വരം നൽകി മറഞ്ഞു. ഒരു ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ദ്വാദശി തിഥിയിൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ അഭിജിത് മുഹൂർത്തത്തിൽ ഭഗവാൻ അസുര ചക്രവർത്തിയായ മഹാബലിയുടെ അഹംബോധം നശിപ്പിക്കുവാനും ഭൂമിയിലും ദേവലോകത്തും ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവരുവാനും കശ്യപമുനിയുടെയും ദേവമാതാവായ അതിഥിയുടെയും മകനായി ജന്മം കൊണ്ടു. അനുനിമിഷം ദിക്കുകൾ 4
തിളങ്ങും പോലെ ഒരു ദിവ്യപ്രകാശം പടർന്നു. ജന്മനാൽ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ വടുരൂപിയായ വാമനമൂർത്തിയെ സർവദേവതകളും സ്തുതിഗീതങ്ങളോടെ ആശീർവദിച്ച് വണങ്ങി നിന്നു. വാമനൻ എന്ന പദത്തിന് ഉയരം കുറഞ്ഞത് എന്നും വടു എന്ന പദത്തിന് ബ്രഹ്മചാരി എന്നും അർത്ഥം നിൽക്കുന്നു. ദേവഗുരുവായ ബൃഹസ്പതി ബ്രഹ്മസൂത്രവും പിതാവായ കശ്യപമുനി അരഞ്ഞാണവും ഭൂമിദേവി മാൻതോലും ചന്ദ്രദേവൻ യോഗദണ്ഡും ബ്രഹ്മദേവൻ കമണ്ഡലവും സരസ്വതി ദേവി ജപമാലയും ദേവി പാർവതി ഭിക്ഷാപാത്രവും മാതാവായ ആദിതി ചക്രവും ഉൾപ്പെടെ വേഷാനുചിതമായ സമ്മാനങ്ങൾ ഏവരും ചേർന്ന് വാമനന് നൽകി. മാതാപിതാക്കളുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങി വാമനൻ ഭിക്ഷാടനത്തിനായി ഇറങ്ങി. ഈ സമയം ഇതൊന്നും അറിയാതെ മഹാബലി നർമ്മദാ നദീതീരത്ത് വിശ്വജിത്ത് എന്ന യാഗം നടത്തുകയായിരുന്നു. താൻ നേടിയ അധികാരങ്ങളും സമ്പൂർണ്ണ ശക്തിയും എന്നും നിലനിൽക്കുക എന്നതായിരുന്നു ഈ യാഗത്തിന്റെ ഉദ്ദേശം. ദാനധർമ്മിഷ്ഠനായ മഹാബലി യാഗവേളയിൽ അവിടെ എത്തുന്ന ബ്രാഹ്മണർക്ക് ദാനം നൽകിയിരുന്നു. ഈ വേളയിലാണ് വാമനൻ യാഗവേദിയിലെത്തുന്നത്. സർവൈശ്വര്യ സമ്പുഷ്ടമായ ആ ബ്രാഹ്മണ ബാലനെ എല്ലാവരും നോക്കി നിന്നിരുപോയി. അത്രമേൽ മനോഹരമായിരുന്നു ആ രൂപം. സാക്ഷാൽ മഹാബലി തന്നെ നേരിട്ട് ഉപചാരങ്ങൾ നൽകി വാമനനെ സ്വീകരിച്ച് ആരാഞ്ഞു. തേജസ്വിയായ ബാലക, അങ്ങയുടെ ഈ സാമീപ്യം എന്നെയും എൻ്റെ കുലത്തെയും പവിത്രമാക്കി തീർത്തിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹീതരായ ആ മാതാപിതാക്കൾ ആരാണ്? അങ്ങയുടെ നാമം എന്താണ്? അങ്ങ് എവിടെ നിന്നും വരികയാണ്? ഇவ்விധമെല്ലാം അറിയുവാൻ അടിയന് അതിയായ ജിജ്ഞാസയുണ്ട്. അവിടുന്ന് സതയം അരുളി ചെയ്താലും കുമാര എന്ന്. മഹാബലിയുടെ ചോദ്യത്തിന് സാഗൂതം ചിരിയോടെ വാമനൻ അരുളി ചെയ്തു. രാജൻ, നാം വെറും ഒരു താപസപുത്രനാണ്. അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ അകമഴിഞ്ഞ സഹായമാണ് എനിക്ക് ഏക ആശ്രയം. എനിക്ക് സഹായത്തിനായി ആരുമില്ല. പല നാടുകൾ ഭിക്ഷാടനത്തിനായി നടക്കും. പലരും പല പേരുകളിൽ എന്നെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങയുടെ മഹത്വവും ദേവബ്രാഹ്മണാദി പിതൃഭക്തിയും കുറിച്ചും ഒപ്പം അങ്ങയുടെ ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ പാടിപ്പുകർത്തലുകളും കേട്ടറിഞ്ഞാണ് ഇന്ന് ഞാൻ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നത്. തൊഴുകൈകളോടെ മഹാബലി ചക്രവർത്തി തുടർന്നു. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ധാന്യഫലമൂലാദികളോ വസ്ത്രമോ ആഭരണമോ പശുക്കളോ രത്നവജ്ര വൈഡൂര്യങ്ങളോ സ്വർണമോ പത്നിയോ സഖികളോ എന്താണെങ്കിലും സമക്ഷത്തു നിന്നും അരുളി ചെയ്താലും പ്രഭോ. മഹാരാജൻ, അങ്ങയുടെ ഈ വാഗ്ദാനങ്ങളൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നവകളല്ല. എനിക്കായി അങ്ങ് എന്തെങ്കിലും നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടിയന് ശാന്തമായി തപസ്സനുഷ്ഠിക്കുവാൻ 3 അടി മണ്ണു മാത്രം എൻ്റെ പാദങ്ങളാൽ അളന്നെടുക്കുവാൻ അനുവാദവും കൽപ്പനയും നൽകണം. വിനീത വിധേയനായി തൊഴുകൈകളോടെ മഹാബലി വാമനന്റെ ആ വാക്കുകൾക്ക് സമ്മതമരുളി. എൻ്റെ വാഗ്ദാനങ്ങളൊന്നും അങ്ങയ്ക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങയ്ക്ക് ആവശ്യമായ ആ 3 അടി മണ്ണ് ആ തൃപ്പാദങ്ങളാൽ അളന്നെടുത്തുകൊള്ളുക. ഇவ்விധം പറഞ്ഞുകൊണ്ട് മഹാബലി ദാനധർമ്മം നിർവഹിക്കുന്നതിന് മുൻപ് ചെയ്യുന്ന പ്രഥമ കർമ്മമായ ഉദകജല സമർപ്പണത്തിന് തയ്യാറായി. ഈ സമയം ദൈത്യഗുരുവായ ശുക്രാചാര്യർ അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം മഹാബലിയെ തടഞ്ഞു. അരുത് ബലി, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അങ്ങയുടെ കീർത്തിയിൽ അസൂയാലുക്കളായ ദേവന്മാരുടെ കുടില തന്ത്രമാണിത്. അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ വടുരൂപി സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് അറിഞ്ഞുകൊള്ളുക. നീ നിസ്സംശയം ദൈത്യഗുരുവായ ശുക്രാചാര്യരെന്ന് ഞാൻ പറയുന്നു. ഇവൻ തൻ്റെ 3 അടികൾ കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുക്കും. ആയതിനാൽ രാജൻ, അങ്ങ് ഈ കർമ്മത്തിൽ നിന്നും പിന്മാറുക. സ്വന്തം സ്വത്തിനും ജീവനും എവിധമെങ്കിലും ദോഷം ഭവിക്കുകയാണെങ്കിൽ സത്യലംഘനം അനുയോജ്യമായി വർത്തിക്കുന്നതിൽ പാപമില്ല. എന്നാൽ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ മഹാബലി തയ്യാറായിരുന്നില്ല. തൻ്റെ ജീവനിലും സർവ്വസ്വത്തുക്കളിലും വലുതായിരുന്നു മഹാബലിക്ക് താൻ വാമനന് നൽകിയ വാക്ക്. അങ്ങനെ മഹാബലി തൻ്റെ വാക്ക് പാലിച്ചു നൽകുവാൻ ഉദകജലത്തിനായി കിണ്ടി കയ്യിലെടുത്തു.
അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ ശുക്രാചാര്യർ ഒരു വണ്ടിന്റെ രൂപം പ്രാപിക്കുകയും കിണ്ടിയുടെ നാളിയിൽ കയറിയിരിക്കുകയും ചെയ്തു. മഹാബലി എത്ര ശ്രമിച്ചിട്ടും കിണ്ടിയിൽ നിന്നും ഉദകജലം പുറത്തേക്ക് വന്നില്ല. കാര്യം ഗ്രഹിച്ച വാമനമൂർത്തി ഒരു ദർഭയെടുത്ത് ആ കിണ്ടിയുടെ നാളിയിലൂടെ കുത്തിയിറക്കി. ഈ സമയം ആ ദർഭമുന കൊണ്ടത് ശുക്രാചാര്യരുടെ കണ്ണിലേക്കാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. വേദനാജനകമായ ആ നിമിഷം വർദ്ധിച്ച കോപത്തോടെ ശുക്രാചാര്യർ വാമനനെ ശപിച്ചത് നിന്നിൽ ലക്ഷ്മി ഇല്ലാതാകട്ടെ എന്നാണ്. അന്നു മുതലാണ് തിരുവോണം നാളിൽ മഹാവിഷ്ണു ലക്ഷ്മിയില്ലാതെ വസിക്കേണ്ടി വന്നത് എന്ന് പറയപ്പെടുന്നു. ശേഷം വേദനയോടെ ശുക്രാചാര്യർ കിണ്ടിയുടെ നാളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കിണ്ടിയുടെ നാളിയിലെ തടസ്സം മാറി പുറത്തേക്കൊഴുകിയ ജലത്തെ ഉദകജലമാക്കി മഹാബലി വാമനന് പകർന്നു. 3 അടി മണ്ണളന്നുകൊള്ളുവാൻ അനുവാദം നൽകുകയുണ്ടായി. തൽക്ഷണം മഹാബലിക്ക് മുൻപിൽ നിന്നിരുന്ന വടിരൂപിയായ വാമനൻ ഭീമാകാരമായ രൂപം പ്രാപിച്ച് ആകാശത്തോളം വളർന്നു വലുതായി. പ്രഥമ ചുവടിനാൽ വാമനൻ ഭൂലോകമൊന്നാകെയും 2ാമത്തെ അടികൊണ്ട് സ്വർഗലോകവും അളന്നെടുത്തു. 3ാമത്തെ അടി വയ്ക്കുവാൻ തൻ്റെ കാലുയർത്തിയപ്പോൾ വാമനന്റെ പെരുവിരൽ നഖത്തിനാൽ ബ്രഹ്മാണ്ഡം പിളർന്ന് സ്വർഗഗംഗ ഉദ്ഭവിച്ചു. ഈ സമയം വാമനൻ മഹാബലിയോട് ചോദിച്ചു, ഹേ രാജൻ, ഞാൻ എൻ്റെ 2 അടികൾ കൊണ്ട് ഭൂലോകവും സ്വർഗവും അളന്നെടുത്തു. അങ്ങ് നമുക്ക് നൽകിയ വാക്ക് പാഴ്വാക്കായി മാറുമോ? അതല്ല എങ്കിൽ എനിക്ക് 3ാമത് ചുവടളക്കുവാൻ ഒരു സ്ഥാനം അവിടുന്ന് തന്നെ നിർദ്ദേശിക്കുക. വാമനമൂർത്തിയുടെ ധർമ്മസങ്കടം കേട്ട മഹാബലിയും സങ്കടത്തിലായി. അദ്ദേഹം ഇவ்விധം പറഞ്ഞു, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ത്രിലോകാധിപ ചക്രവർത്തിയായ എൻ്റെ കൈകളിൽ ഇനി ഈ ശരീരം മാത്രമേ ബാക്കിയായുള്ളൂ. ആ പാതാരബിന്ദങ്ങൾ അടിയൻ്റെ ശിരസിലേക്ക് ചേർത്ത് 3 അടി അളന്ന് എൻ്റെ വാക്കുകൾ പാലിക്കപ്പെടുന്നതായി തീർക്കണമേ. മഹാബലി ഇவ்விധം പറയുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായ പ്രഹ്ലാദൻ അതീവ സന്തുഷ്ടനായി. അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയോടെ ഭഗവാൻ മഹാവിഷ്ണുവിന് മുമ്പാകെ തൊഴുകൈകളോടെ നിന്നുകൊണ്ട് പറഞ്ഞു, ധർമ്മിഷ്ഠനായ എൻ്റെ പൗത്രനു വേണ്ടി അടിയൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണം. അവനെ കഷ്ടതകൾ ഒഴിച്ച് അനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന്. അനുഗ്രഹഭുജങ്ങളോടെ ഭഗവാൻ പ്രഹ്ലാദനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഭക്തപ്രഹ്ലാദ, ഇന്നിവൻ തൻ്റെ അഹങ്കാരമെല്ലാം ഒഴിച്ച് ഭക്തി നിർഭരമായി അവനെ തന്നെ എന്നിൽ ആത്മസമർപ്പണം ചെയ്തിരിക്കുകയാണ്. ആയതിനാൽ അവനിലുണ്ടായിരുന്ന സർവ്വപാപവും പോക്കി ശുദ്ധ മനസ്സായി തീർന്നിരിക്കുന്നു. ആയതിനാൽ ചതുർദശ ലോകങ്ങളായ അതല വിതല സ്ഥലങ്ങളിൽ ദേവശില്പിയായ വിശ്വകർമാവിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠവുമായ സുതലം ഇനി ബലി ഭരിക്കട്ടെ. മാത്രമല്ല അവിടെ ബലിയുടെ കാവൽക്കാരനായി ആയുധധാരിയായി സ്വയം ഈ ഞാൻ തന്നെ നിലകൊള്ളുകയും ചെയ്യും. സാവർണ്യ മന്വന്തരത്തിൽ മഹാബലി ദേവാധിപനായ ഇന്ദ്രനായി തീരുകയും ചെയ്യും എന്നിത്രയും പറഞ്ഞുകൊണ്ട് വാമനൻ തൻ്റെ കാലുകൾ ഉയർത്തി മഹാബലിയുടെ ശിരസിലേക്ക് ആ പാദങ്ങളാൽ സ്പർശിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുന്നു. യാഗങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ നേടിയിട്ടും ഭഗവാന്റെ സന്തുലിതമായ നിയമത്തെ നിഷ്പ്രഭമാക്കി ദാനധർമ്മിഷ്ഠനായി അഹങ്കരിക്കുകയും ദേവലോകം ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു എന്നതാണ് അക്ഷന്തവ്യമായ ബലിയുടെ പിഴവ്. പ്രപഞ്ചത്തിൻ്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായ പ്രവർത്തികൾ കാരണഹേതുവാകുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവക്ഷ ഇവിടെ ഉണ്ടാകുന്നു. വാമനാനുഗ്രഹപ്രകാരം എല്ലാ വർഷവും തിരുവോണനാളിൽ മഹാബലി ചക്രവർത്തി വാമന സമേതനായി തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് എത്തുന്നു എന്നാണ് കേരളത്തിൽ പൊതുവെയുള്ള ഓണസങ്കല്പം വായ്മൊഴിയായി പകർന്നു കിട്ടിയത്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ വരികളിൽ തുടങ്ങുന്ന കവിത അജ്ഞാത കർത്തൃകം എന്നാണ് പൊതുവെ ധരിച്ചു പോരുന്നത്. മാവേലി ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് ഓണപ്പാട്ടുകളിലും കഥകളിലും പരാമർശിക്കുന്നു.
ജനങ്ങൾക്ക് വിഷമങ്ങളില്ലാതിരുന്നതിനാലും കുറ്റകൃത്യങ്ങൾ കുറവായിരുന്നതിനാലും അവർ ദൈവങ്ങളെ ആരാധിച്ചിരുന്നില്ല എന്നും അതിൽ അസംതൃപ്തരായ ദേവന്മാർ മഹാബലിയെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് വാമനൻ മഹാബലിയെ സമീപിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതെന്നും വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നുമാണ് ഈ ഐതിഹ്യം പറയുന്നത്. പുരാണങ്ങളിലൊന്നും കേരളത്തിൽ പ്രചാരത്തിലുള്ള ഈ ഐതിഹ്യം പ്രതിപാദിക്കപ്പെടുന്നില്ല. ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. കർക്കിടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത്. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കുവാനുള്ള കാരണവും സംജാതമായി. വിശ്വസിക്കുന്നവർക്ക് അന്നും ഇന്നും എന്നും മാവേലി മന്നനെ വരവേൽക്കുന്നതിനുള്ള നാടൊരുക്കമാണ് ഓണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കഥ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 6ാം അവതാരമായ പരശുരാമ അവതാരമാണ്. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത കഥയുമായി ഉടൻ കാണാം. സ്റ്റേ ട്യൂൺ.